ഇന്നത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ ഹൗ ഡസ് ദ യു എൻ മെയിൻറ്റെയിൻ ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ഇൻ്റർനാഷണൽ പീസും സെക്യൂരിറ്റിയും എങ്ങനെയാണ് യു എൻ ഒ മെയിൻറ്റെയിൻ ചെയ്തത്? ഒരു പരിധിവരെ യു എൻ്റെ അച്ചീവ്മെൻറ്റ്സ് ആയിട്ടും അത് കണക്കാക്കാം. എന്നാൽ മെറിറ്റും ഡീമെറിറ്റും വേറെയും ഉണ്ട്. The UNO play an important role in conflict prevention using diplomacy, good offices and mediation. Among the tools organization uses to bring peace are special envoys and political missions. UNO ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വഴക്കുകളൊക്കെ മാറാൻ ഉപയോഗിക്കുന്ന ടൂൾസായ ഡിപ്ലോമസി, മീഡിയേഷൻ, അതായത് അംബാസഡേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരെ ഉപയോഗിച്ച് കൃത്യമായി വഴക്കുകളും പ്രശ്നങ്ങളുമൊക്കെ കുറയ്ക്കാൻ UNO ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിവെൻഷൻ ഓഫ് കോൺഫ്ലിക്റ്റ് അതാണ് UNOയുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എയിം. അത് ഒരുവിധം UNO ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ പ്രിവെൻറ്റീവ് ഡിപ്ലോമസിയും മീഡിയേഷൻ എന്നുള്ള രണ്ട് കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട്. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടി ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഇസ് ടു പ്രിവെൻറ്റ് കോൺഫ്ലിക്റ്റ് എമംഗ് നേഷൻസ്. ദ UNO uses several tools such as mediation and diplomacy to prevent or reduce conflict between different countries. അടുത്തത് പീസ് കീപ്പിംഗ് പറയാം. It is also one of the important effective tools available to the UN to assist countries to navigate the difficult path from conflict to peace. UNOയ്ക്ക് ഒരു പീസ് കീപ്പിംഗ് മിഷനും ഫോഴ്സും ഒക്കെ ഉണ്ട്. രാജ്യത്തിനകത്ത് തന്നെ പല പ്രശ്നങ്ങൾ നേരിടുന്ന കൺട്രീസിനെയൊക്കെ UNO ഈ പീസ് കീപ്പിംഗ് മിഷൻ ഉപയോഗിച്ചാണ് രക്ഷപ്പെടുത്തി കൊണ്ട് വരാറുള്ളത്, അവരെ പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുവരാറുള്ളത്. UNOയുടെ പീസ് കീപ്പിംഗ് മിഷൻ്റെ ഉദ്ദേശം ടു പ്രൊട്ടക്ട് ദി സിവിലിയൻസ്, ജനങ്ങളെ സംരക്ഷിക്കുക, അസിസ്റ്റിംഗ് ഇൻ ഡിസ്ആർമമെൻറ്റ്. ഡിസ്ആർമമെൻറ്റ് മീൻസ് റെഡ്യൂസിങ് വെപ്പൺസ്, അതിനെയാണ് ഡിസ്ആർമമെൻറ്റ് എന്ന് പറയുന്നത്. ഡീമൊബിലൈസേഷൻ ആൻഡ് റീഇൻറ്റഗ്രേഷൻ ഓഫ് ഫോർമർ കോമ്പാറ്റൻസ്, സപ്പോർട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോസസ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ഇലക്ഷൻസ്. അപ്പോൾ സിവിലിയൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, യുദ്ധമില്ലാതെയാക്കുന്നു അല്ലെങ്കിൽ ആയുധശേഖരണം ഇല്ലാതെയാക്കുന്നു, വഴക്കുള്ള പ്രദേശങ്ങളെയെല്ലാം തിരികെ നോർമൽ സ്പേസിലേക്ക് കൊണ്ടുവരുന്നു. അത്രയും പോരാ, ആ രാജ്യങ്ങളിൽ എന്ത് ചെയ്യണം? സപ്പോർട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോസസ്സ്, ഭരണഘടനാപരമായ മാർഗങ്ങൾ കൊണ്ട് ഗവൺമെൻറ്റിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, എലക്ഷൻ ഓർഗനൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ആ രാജ്യത്ത് പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് അസിസ്റ്റ് ഇൻ റീസ്റ്റോറിംഗ് ദ റൂൾ ഓഫ് ലോ. റൂൾ ഓഫ് ലോ, ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. റൂൾ ഓഫ് ലോ ആ രാജ്യത്ത് കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട്. ഒരു രാജ്യത്ത് പീസ് കീപ്പിംഗ് മിഷനെ ഉപയോഗിച്ച് ഇങ്ങനെയാണ് UNO ആ കൺട്രിയെ ഒരു നോർമൽ സ്പേസിലേക്ക് കൊണ്ടുവരാറുള്ളത്. പീസ് കീപ്പിംഗ് മിഷൻസിൻ്റെയൊക്കെ ജോലി എന്ന് പറയുന്നത് അവർക്ക് എല്ലാ ഓർഡറും കിട്ടുന്നത് എവിടെ നിന്നായിരിക്കാം? UNൻ്റെ സെക്യൂരിറ്റി കൗൺസിലിൽ നിന്നാണ്. ആൻഡ് ദെയർ ട്രൂപ്സ് ആൻഡ് പോലീസ് ആർ കോൺട്രിബ്യൂട്ടഡ് ബൈ മെമ്പർ സ്റ്റേറ്റ്സ്, അല്ലേ? UNOയുടെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള അംഗങ്ങൾ ചേർന്നിട്ടാണ് UNOയുടെ പീസ് കീപ്പിംഗ് ഫോഴ്സ് വർക്ക് ചെയ്യുന്നത്. അത്തരത്തിൽ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. There are 14 UN peacekeeping operations currently deployed and there have been a total of 71 deployed since 1948. 1948 ശേഷം 71 ഇത്തരം പീസ് കീപ്പിംഗ് മിഷൻസ് ഉണ്ടായിട്ടുണ്ട്. നിലവിൽ 14 പീസ് കീപ്പിംഗ് മിഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് പീസ് കീപ്പിംഗ് ആണ് ഒന്നാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്. പീസ് കീപ്പിംഗ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്? പ്രൊട്ടക്ട് സിവിലിയൻസ്, അസിസ്റ്റ് ഇൻ ഡിസാർമമെൻറ്റ്, demobilization, support constitutional government, organization of elections, promotion of human rights, restoring rule of law. And the UN peacekeeping missions get their support from United Nations or get their orders from United Nations Security Council, and their troops and police are contributed by all the members of the United Nations. Since 1948 total we have 71 missions deployed by United Nations Security Council. Now there are 14 years peacekeeping operations. Okay. ഇനി അടുത്ത പോയിന്റ്, പീസ് ബിൽഡിംഗ്. United Nations peace building activities are aimed at assisting countries emerging from
conflict, reducing the risk of relapsing into conflict, and at laying the foundation for sustainable peace and development. ഏകദേശം പീസ് കീപ്പിംഗ് മിഷൻ്റെ കൂട്ട് തന്നെയാണ് ഒരു രാജ്യത്ത് പീസ് ബിൽഡിങ്ങിന് വേണ്ടി സമാധാനം പുനഃസ്ഥാപിക്കാനും ധാരാളം കാര്യങ്ങൾ UN ചെയ്യുന്നുണ്ട്. ഒരു രാജ്യത്തിന് സപ്പോർട്ട് കൊടുക്കുകയാണ്. അവിടുത്തുള്ള പ്രോബ്ലംസിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് വരിക, വീണ്ടും പ്രോബ്ലം ഉണ്ടാകാതെ ഇരിക്കാൻ ശ്രമിക്കുക. അത്തരത്തിൽ UN പീസ് ബിൽഡിങ്ങിനായിട്ട് പീസ് ബിൽഡിംഗ് കമ്മീഷൻ, പീസ് ബിൽഡിംഗ് ഫണ്ട് ഉണ്ട്, ആൻഡ് പീസ് ബിൽഡിംഗ് സപ്പോർട്ട് ഓഫീസ് ഉണ്ട്. All these are working under the guidance of Secretary General. പീസ് കീപ്പിംഗ് മിഷൻ്റെ കൂടെ എഴുതാവുന്ന കാര്യമേ ഉള്ളൂ. അതിനകത്ത് UN പീസ് ബിൽഡിംഗ് ആർക്കിടെക്ചർ കംപ്രൈസസ് പീസ് ബിൽഡിംഗ് കമ്മീഷൻ, പീസ് ബിൽഡിംഗ് ഫണ്ട് ആൻഡ് പീസ് ബിൽഡിംഗ് സപ്പോർട്ട് ഓഫീസ്. ആ 3 എണ്ണമാണ് അതിനകത്ത് വരുന്നത്. ഏതൊക്കെയാണ്? പീസ് ബിൽഡിംഗ് കമ്മീഷൻ, പീസ് ബിൽഡിംഗ് ഫണ്ട് ആൻഡ് പീസ് ബിൽഡിംഗ് സപ്പോർട്ട് ഓഫീസ്. Peace Building Support Office, all these are assisted by, or all these serve Secretary General of United Nations. അടുത്ത പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് കൗണ്ടറിങ് ടെററിസം. UNOയുടെ ഏറ്റവും വലിയൊരു ജോലി കൗണ്ടറിങ് ടെററിസം ആണ്. യുണൈറ്റഡ് നേഷൻസ് ഈസ് ബീങ് ഇൻക്രീസിംഗ്ലി കോൾഡ് അപ്പോൺ ടു കോർഡിനേറ്റ് ദ ഗ്ലോബൽ ഫൈറ്റ് അഗെയിൻസ്റ്റ് ടെററിസം. 18 universal instruments against international terrorism have been elaborated within the framework of the United Nations system relating to specific terrorist activities. ഏകദേശം 18ഓളം പല നിയമങ്ങൾ അല്ലെങ്കിൽ പല കൺവെൻഷൻസ് UNO നടത്തിയിട്ടുണ്ട്. എന്തിന് വേണ്ടിയിട്ടാണ് നടത്താറുള്ളത്? കൗണ്ടറിങ് ടെററിസത്തിൽ ഏകദേശം 18 ഇൻസ്ട്രുമെൻറ്റ്സ് ഇങ്ങനെ പാസ്സായിട്ടുണ്ട്. 2006 UN member states adopted United Nations Global Counter-Terrorism Strategy. Counter-Terrorism Strategy 2006 അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തു. കോമൺ ആയിട്ട് ഒരു ഗൈഡ് ലൈൻസ്, ഒരു ടെററിസം നേരിടാനുള്ള ഗൈഡ് ലൈൻസ് മെമ്പർ സ്റ്റേറ്റുകളെല്ലാം അംഗീകരിച്ചുകൊണ്ടുള്ള ഒന്നാണ് ഗ്ലോബൽ കൗണ്ടർ ടെററിസം സ്ട്രാറ്റജി. അങ്ങനെ ടെററിസം കൗണ്ടർ ചെയ്യാൻ UN കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഈസ് ഡിസ്ആർമമെൻറ്റ്. ഡിസ്ആർമമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? റെഡ്യൂസിങ് ദ വെപ്പൺസ് യൂസ്ഡ് ബൈ ദ നേഷൻ. അതിന് ഒരു ഓഫീസ് ഉണ്ട് യുണൈറ്റഡ് നേഷൻസിന്, ദാറ്റ് ഈസ് ഓഫീസ് ഫോർ ഡിസ്ആർമമെൻറ്റ് അഫയേഴ്സ്. ദേ വർക്ക് ടു അഡ്വാൻസ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ത്രൂ ദ പെർസ്യൂട്ട് ഓഫ് ദ എലിമിനേഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് ആൻഡ് അതർ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് കൺവെൻഷണൽ ആംസ്. ഡിസ്ആർമമെൻറ്റ് അഫയേഴ്സ് എന്ന് പറയുന്ന ഓഫീസിലൂടെ തന്നെ ന്യൂക്ലിയർ വെപ്പൺസ് കുറയ്ക്കാനും വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, ഈ ന്യൂക്ലിയർ വെപ്പൺസിനെയും ബയോളജിക്കൽ വെപ്പൺസിനെയും കെമിക്കൽ വെപ്പൺസിനെയും അറ്റോമിക് വെപ്പൺസിനെയും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേര് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷനാണ്. അത്തരത്തിലുള്ള വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ റെഡ്യൂസ് ചെയ്യാനും ഉള്ള കാര്യങ്ങൾ UNOയുടെ ഡിസ്ആർമമെൻറ്റ് അഫയേഴ്സ് ഓഫീസാണ് വർക്ക് ചെയ്യാറുള്ളത്. ദ ഡിസ്ആർമമെൻറ്റ് അഫയേഴ്സ് ഓഫീസ് ഓഫ് ദ UNO വർക്ക് ടു അഡ്വാൻസ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ത്രൂ ദ പെർസ്യൂട്ട് ഓഫ് എലിമിനേഷൻ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതെയാക്കുക. എന്തൊക്കെയാണ്? ന്യൂക്ലിയർ വെപ്പൺസും വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷനും റെഗുലേഷൻ കൺവെൻഷണൽ ആംസും. പണ്ട് തൊട്ടേ ഉള്ള യുദ്ധസാമഗ്രികൾ, പിന്നെ പുതുതായിട്ട് ഓരോരോ മിസൈലുകളുടെ കണ്ടുപിടുത്തം, ഇതിലൊക്കെ വെച്ച് ന്യൂക്ലിയർ വെപ്പൺസ് എല്ലാം കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അതിൽ ഈ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ നമ്മൾ പറയുന്നത് WMD എന്നാണ്. അത് പലപ്പോഴും ചോദിക്കുന്നുണ്ട്, WMD. നെക്സ്റ്റ് ഈസ് പ്രൊട്ടക്റ്റ് ഹ്യൂമൻ റൈറ്റ്സ്. UNO ഏറ്റവും കൂടുതൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ദ ടേം ഹ്യൂമൻ റൈറ്റ്സ് വാസ് മെൻഷൻഡ് 7 times in UN's founding charter, making the promotion and protection of human rights a key purpose and guiding principle of the organization. ഹ്യൂമൻ റൈറ്റ്സ് എന്ന ടേം UNൻ്റെ ഫൗണ്ടിങ് ചാർട്ടറിൽ, UNOയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ UNO ചാർട്ടർ എന്ന് പറയുന്നത്. അതിൽ 7 തവണ അതിൽ പറഞ്ഞിട്ടുണ്ട്. 1948 the UDHR or Universal Declaration of Human Rights brought human rights in the realm of international law. ഇൻ്റർനാഷണൽ ലോ, അന്താരാഷ്ട്ര നിയമത്തിൻ്റെ പരിധിയിൽ മനുഷ്യാവകാശത്തെ പറ്റി കൂടുതലായി വരുന്നത് 1948 UDHRൻ്റെ വരവോട് കൂടി ആണ്. Since then, the organization has diligently protected human rights through legal instruments and the
ഓൺ ദ ഗ്രൗണ്ട് ആക്ടിവിറ്റീസ്. അതിനുശേഷം എന്താണ്, ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷന് വേണ്ടി ധാരാളം കാര്യങ്ങൾ അന്ന് തൊട്ട് UN ചെയ്യുന്നുണ്ട്. ധാരാളം കൺവെൻഷൻസും ഒക്കെ അതിന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. ഇതെല്ലാം UN വെബ്സൈറ്റിലുള്ളത് വെച്ചിട്ടാണ് ഞാൻ പറയുന്ന നോട്ട്സ്. അതിൽ പോയി കൂടുതൽ നോട്ട്സ് നിങ്ങൾ എടുക്കാനും നോക്കണം. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ്, UN അച്ചീവ്മെൻ്റായിട്ട് അപ്ഹോൾഡ് ഇൻ്റർനാഷണൽ ലോ. അന്താരാഷ്ട്ര നിയമങ്ങൾ എല്ലാ രാജ്യങ്ങളും അനുസരിക്കത്തക്ക രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കണം. UN പ്രിയാമ്പിൾ തന്നെ അത് പറയുന്നുണ്ട്. ടു എസ്റ്റാബ്ലിഷ് കണ്ടീഷൻസ് അണ്ടർ വിച്ച് ജസ്റ്റിസ് ആൻഡ് റെസ്പെക്ട് ഫോർ ദ ഓബ്ലിഗേഷൻസ് അറൈസിംഗ് ഫ്രം ട്രീറ്റീസ് ആൻഡ് അതർ സോഴ്സസ് ഓഫ് ഇൻ്റർനാഷണൽ ലോ ക്യാൻ ബി മെയിൻറ്റെയിൻഡ്. എല്ലാ കരാറുകളും എല്ലാത്തിലും പറയുന്ന കാര്യങ്ങൾ എല്ലാ രാജ്യങ്ങളും അനുസരിക്കണമെന്ന് UN പ്രിയാമ്പിൾ തന്നെ പറയുന്നുണ്ട്. UNO ഇൻ്റർനാഷണൽ ലോ അപ്ഹോൾഡ് ചെയ്യാൻ UNO ഹാസ് എ വെറൈറ്റി ഓഫ് കോഡ്സ്, ട്രിബ്യൂണൽസ്, മൾട്ടിലാറ്ററൽ ട്രീറ്റീസ് ആൻഡ് സെക്യൂരിറ്റി കൗൺസിൽസ്, പീസ് കീപ്പിംഗ് മിഷൻസ്. ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് ഇൻ്റർനാഷണൽ ലോ UNO അപ്ഹോൾഡ് ചെയ്യുന്നത്. UN Charter codifies the major principles of international relations from sovereign equality of states to the prohibition of use of force in international relations. UN ചാർട്ടറിലും എല്ലാ നേഷൻസിനും ഈക്വൽ റൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഫോഴ്സ് യൂസ് ചെയ്യില്ല എന്നുള്ള കാര്യവും പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ലോ അപ്ഹോൾഡ് ചെയ്യുന്നതിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം UN ഇടപെടൽ കൊണ്ടാണ്. അത്രയൊക്കെയാണ് UN അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത് കൂടാതെ UN അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ നമ്മൾ ഓരോ ഏജൻസിയുടെയും വർക്കുകളും കോട്ട് ചെയ്യാം. ഇപ്പം ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി IAEA, അതിൻ്റെ വർക്ക് കോട്ട് ചെയ്യാം. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ്റെ വർക്ക്, പിന്നെ UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് റിലേറ്റഡ് തിങ്സ്, ഇതെല്ലാം കോട്ട് ചെയ്തിട്ടായിരിക്കണം. കുറച്ചും കൂടെ കൂട്ടി നമുക്ക് UN അച്ചീവ്മെൻറ്റ്സ് എഴുതാം. വെറുതെ നമ്മൾ എഴുതിയിട്ട് കാര്യമില്ല, എല്ലാം പ്രത്യേകമായ ഹെഡിങ് ഉണ്ടാവണം, അതിൻ്റെ താഴെ ആയിരിക്കണം എഴുതേണ്ടത്. ഇതിനൊരു മോഡൽ എന്ന നിലയിൽ മാത്രം ഈ ക്ലാസ് എടുത്താൽ മതി. അതുപോലെ UN സക്സസ്സും ഫെയിലേഴ്സും കുറേ പേരൊക്കെ നോട്ടിലൊക്കെ ഞാൻ എഴുതി കണ്ടു. കുറച്ച് കാര്യങ്ങളൊക്കെ മെറിറ്റും സക്സസ്സും ഫെയിലേഴ്സുമായിട്ട് എഴുതുള്ളൂ. പ്രധാനപ്പെട്ട കുറച്ച് സക്സസ് പറയുകയാണെങ്കിൽ എന്താണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇറ്റ് പ്രിവെൻറ്റഡ് ദ ഒക്വറൻസ് ഓഫ് തേർഡ് വേൾഡ് വാറിൻ്റെ ഒക്വറൻസ് കുറച്ച് ഉണ്ടായിട്ടില്ല UN ഇടപെടൽ കൊണ്ട്. കൊളോണിയലിസം അബോളിഷ്ഡായി, ഇമ്പീരിയലിസം അബോളിഷ്ഡായി. പിന്നെ എന്താണ്, UN സ്റ്റാൻഡ്സ് ഫോർ cordial relationship or cooperation between or among nations, every nation states. പിന്നെ പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസ് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാം അച്ചീവ്മെൻറ്റ്സും മെറിറ്റുമായിട്ട് നമുക്ക് പറയാം. ഓൾസോ വേരിയസ് കൺവെൻഷൻസ് ആൻഡ് ഡിക്ലറേഷൻസ് പാസ്ഡ് ബൈ ദ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. അത് വെച്ച് നമുക്ക് നമ്മളിപ്പോൾ പറഞ്ഞ അച്ചീവ്മെൻറ്റ്സ് എല്ലാം നമുക്ക് മെറിറ്റായിട്ടും പറയാം. നമ്മുടെ ഫെയിലേഴ്സായിട്ട് പറയുമ്പോൾ പണ്ട് മുതലേ ഉള്ള ഫെയിലർ ആണെങ്കിൽ ഇറ്റ് കനോട്ട് കൺട്രോൾ ദ ആക്ഷൻസ് ഓഫ് ഇസ്രയേലിൻ്റെ ആക്ഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു യൂണിവേഴ്സൽ കൺസെൻസസ് ക്രിയേറ്റ് ചെയ്യാൻ UNOയ്ക്ക് പല കാര്യത്തിലും പറ്റിയിട്ടില്ല. അതാണ് ഫെയിൽഡ് ടു ജനറേറ്റ് എ യൂണിവേഴ്സൽ കൺസെൻസസ് ഇൻ സെവറൽ മാറ്റേഴ്സ്. ന്യൂക്ലിയർ വെപ്പൺസ് റെഡ്യൂസ് ചെയ്യാനും സിഗ്നിഫിക്കൻ്റായി UNOയ്ക്ക് പറ്റിയിട്ടില്ല. നമ്പർ ഓഫ് ന്യൂക്ലിയർ പവേഴ്സ് ഇൻ ദ വേൾഡ് ഹാസ് കെപ്റ്റ് ഓൺ ഇൻക്രീസിങ്. മറ്റ് UN നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസി ഓൺ ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് UNO നിൽക്കുന്നത്. അതും UN ഒരു ഫെയിലിയറാണ്. ഇനി പല വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ കേസിലും UNOയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാറില്ല. ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കേസിലും UNO കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റില്ല. അത്തരം കാര്യങ്ങളാണ് UN ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടുപിടിച്ച് നിങ്ങൾ എഴുതേണ്ടത്. ഇത്രയും കൂടെ കഴിയുമ്പോൾ UN ഓർഗൻസ്, UN അച്ചീവ്മെൻറ്റ്സ്, UN മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് കംപ്ലീറ്റ് ആയി.